അങ്ങനെ അടുത്ത ടോപ്പിക്കായിട്ട് ടീച്ചർ വീണ്ടും വന്നേക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ഫ്രഞ്ച് റെവല്യൂഷൻ സ്റ്റാർട്ടിംഗ് ആയിരുന്നു നമുക്ക് പറയാനുണ്ടായിരുന്നത്. അത് നമ്മൾ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങളുടെ പേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഒരു പിക്ചറൊക്കെ കാണാൻ പറ്റും അല്ലേ? ഒന്ന് നോക്കി നോക്കൂ. ആ പിക്ചറിനകത്ത് പറയുന്നുണ്ട് ദ സ്പൈഡർ ആൻഡ് ദ ഫ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിക്ചറാണ് അവിടെ പറയുന്നത്. ആ പിക്ചറിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വളരെ പൊളൈറ്റായിട്ട് ഒരാൾ സൈഡിൽ നിന്നിട്ട് അയാളുടെ കയ്യിൽ ഉള്ള സാധനങ്ങളൊക്കെ ഇതാ കൊടുക്കണു. ദിസ് എ പുവർ ഫെലോ ബ്രിങ്സ് എവറിത്തിങ്, ഗ്രെയിൻ, ഫ്രൂട്ട്സ്, മണി, സാലഡ്, ദ ഫാറ്റ് ലോഡ് സിറ്റ്സ് ദ റെഡി ടു ആക്സെപ്റ്റ് ഇറ്റ് ഓൾ. ഹി ഡസൻ ഈവൻ കെയർ ടു ഗ്രേസ് ഹിം വിത്ത് എ ലുക്ക്. ഒരു നോട്ടം കൊണ്ട് പോലും ആ പാവം മനുഷ്യനെ അയാൾ ശ്രദ്ധിക്കണേ ഇല്ല. ഇത്രയും സാധനങ്ങൾ അയാളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അയാൾ അധ്വാനിച്ചുണ്ടാക്കിയ സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ. ശരിക്കും പറഞ്ഞാൽ അയാൾക്കും അയാളുടെ ഫാമിലിക്കും വേണ്ടതാണ്. പക്ഷെ അതെല്ലാം ഈ പ്രഭുവിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് വെക്കുകയാണ്. പക്ഷേ അവിടെ ഇരിക്കുന്ന ആൾക്കാണെങ്കിലോ അങ്ങനെ ഒരു മൈൻഡേ ഇല്ല. അതാണ് പറയുന്നത്. പിന്നെ ആ നോബിൾ മാൻ ഈസ് ദ സ്പൈഡർ ആൻഡ് ദ പെസൻറ്റ് ദ ഫ്ലൈ, അങ്ങനെയാണ് പറയുന്നത്. കാരണം നോബിൾ മാൻ വിരിച്ചിട്ടുള്ള വലയിൽ കുടുങ്ങി പോകുന്ന പാവം ഈച്ചയെ പോലെയുള്ള ആളുകളാണ് ഈ പെസൻസ്, കർഷകർ, പാവപ്പെട്ട ആളുകൾ. നേരത്തെ ടീച്ചർ പറഞ്ഞൊന്നുമില്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ, അതതിനകത്ത് പറയുന്നുള്ളൂ. ഇനി അടുത്ത് നമുക്ക് വരുന്നത് ദ സ്ട്രഗിൾ ടു സർവൈവ് എന്നുള്ള ഹെഡിങ്ങിലേക്കാണ് നമ്മൾ പോണത്. അതിനകത്ത് എന്താ പറയണേ നോക്കൂ. അതായത് 1715 1715 23 മില്യൺ ആയിരുന്നു നമ്മുടെ ഫ്രാൻസിലുണ്ടായിരുന്ന പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അത് ഒരു 1789, അതായത് 1789 ആവുമ്പോഴത്തേക്കും അത് 28 മില്യൺ ആയിട്ട് അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യുക ചെയ്യണത്. 23 നിന്നും 28 എന്ന് പറയുമ്പോൾ അത് മോശമില്ലാത്തൊരു ഇൻക്രീസിങ് ആണ് അവിടെ ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു രാജ്യത്തെ പോപ്പുലേഷൻ കൂടുന്ന സമയത്ത് ആ പോപ്പുലേഷന് എത്രത്തോളം ഫുഡും കാര്യങ്ങളും ബാക്കിയുള്ള ജീവിക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ആവശ്യമുണ്ടോ അതൊന്നും ആ രാജ്യത്ത് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ രാജ്യത്തിനെ ഏത് തരത്തിലേ നമുക്കതിനെ പറയാനായിട്ട് സാധിക്കൂ? വളരെ ഒരു ദരിദ്ര രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് നമുക്കതിനെ കാണാൻ പറ്റൂ അല്ലേ? എപ്പോഴും ഫാമിൻ, അങ്ങനെ പിന്നെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായിരിക്കും ആ രാജ്യം. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. ഇവിടെ പ്രശ്നം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ പെസൻസിനെ കൊണ്ടൊക്കെ നോബിലിറ്റിയും ക്ലർജിയും ഒക്കെ അവരുടെ പാടത്ത് പണിയെടുപ്പിക്കും, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യിപ്പിക്കും. പക്ഷെ ഒരൊറ്റ പൈസ പോലും ഇവർക്ക് കൂലിയായിട്ട് കൊടുത്തിരുന്നില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ എന്താ ഉണ്ടായത് വെച്ചാൽ, ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാനായിട്ട് യാതൊരു മാർഗ്ഗവും അവർക്കില്ലാതെയായി. പോപ്പുലേഷനാണെങ്കിൽ വളരെയധികം ഇൻക്രീസ് ആവുകയും ചെയ്യാം. അങ്ങനെ വന്ന സമയത്ത് അവർക്ക് ഈവൻ ബ്രെഡിന് പോലും, അവർക്ക് ഒരു ബ്രെഡ് വാങ്ങി കഴിക്കാൻ പോലും അവർക്ക് പറ്റാത്ത അത്രയും വേഴ്സ്റ്റായി അവരുടെ സിറ്റുവേഷൻ അവിടെ. അതാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നുള്ളൂ. പിന്നെ പറയുന്നത് ദിസ് ലെഡ് ടു എ സബ്സിസ്റ്റൻസ് ക്രൈസിസ്, സംതിങ് ദാറ്റ് ഓക്കേർഡ് ഫ്രീക്വൻ്റ്ലി ഇൻ ഫ്രാൻസ് ഡ്യൂറിങ് ദ ഓൾഡ് റെജിം എന്ന് പറയുന്നത്. അതായത് സബ്സിസ്റ്റൻസ് ക്രൈസിസ് എന്ന് വെച്ചാൽ ജീവിക്കാനുള്ള സകല മാർഗ്ഗങ്ങളെയും ബുദ്ധിമുട്ടിലാക്കുക, ഒരു ജീവിതം ഒരു എന്താ പറയുക, ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിക്കുക. അതാണ് ആ വാക്കിൻ്റെ മീനിങ്, സബ്സിസ്റ്റൻസ് ക്രൈസിസ് എന്ന് വെച്ചാൽ. അപ്പോൾ ഈ പോപ്പുലേഷൻ കൂടിയതും അതുപോലെ ജനങ്ങൾക്ക് പണിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൂലിയൊന്നും കൊടുക്കാത്തൊരവസ്ഥയും എല്ലാ സാധനങ്ങൾക്കും വളരെയധികം വില വർദ്ധിച്ചതും അവരുടെ സാധാരണക്കാരുടെ ജീവിതത്തിനെ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിച്ചു. അതാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത് കേട്ടോ. പിന്നെ പറയുന്നത് ഹൗ എ സബ്സിസ്റ്റൻസ് ക്രൈസിസ് ഹാപ്പൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബോക്സ് തരുന്നുണ്ട് താഴെ, ഒന്ന് നോക്കൂ. അതിൽ ആദ്യം നമുക്ക് ബാഡ് ഹാർവസ്റ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് എംപ്റ്റി ആയിട്ടുള്ള ബോക്സസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? അതിൽ പറയുമ്പോൾ അതിൻ്റെ താഴെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട് ആക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു ബോക്സിൽ തന്നിട്ടുണ്ട്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ബോക്സസ് ഇൻ ഫിഗർ 4 വിത്ത് അപ്രോപ്രിയേറ്റ് ടേംസ് ഫ്രം എമംഗ് ദ ഫോളോയിങ്: ഫുഡ് റൈറ്റ്സ്, സ്കേഴ്സിറ്റി ഓഫ് ഗ്രെയിൻ, ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് ഡെത്ത്, റൈസിംഗ് ഫുഡ് പ്രൈസസ്, വീക്കർ ബോഡീസ്. എങ്ങനെയാണ് നമ്മളിത് ഫില്ല് ചെയ്യേണ്ടത് നോക്കി നോക്കൂ. നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഒരു പക്ഷേ അത് ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ടായിരിക്കും. അതെങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ളത് ടീച്ചർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് എടുത്തിട്ടേക്കാം, അതൊന്ന് ഫില്ല് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഇതാണ് ബാഡ് ഹാർവസ്റ്റ് അല്ലേ? വിളകളൊക്കെ വളരെയധികം മോശമായി. കാരണം എന്താണ്? പെട്ടെന്നുണ്ടാവുന്ന ഒരു കൃഷിനാശം. ആ കൃഷിനാശം 2-3 തരത്തിൽ സംഭവിക്കാം. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കർഷകർക്ക് അവർ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ആവശ്യത്തിന് വിളവിറക്കാൻ പറ്റാതെ വരും. അതല്ലെങ്കിൽ ഹെയിൽ സ്റ്റോം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ? ഈ പിന്നെ ആലിപ്പഴം പൊഴിയുക എന്നൊക്കെ, ആലിപ്പഴമാണ്. ആലിപ്പഴം പൊഴിയുക അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പാടത്തുള്ള വിളകളൊക്കെ നശിച്ചു പോകും. അതല്ലെങ്കിൽ പിന്നെ വല്ലാതെ ഫ്ലഡ് വരുന്നൊരവസ്ഥ, വെള്ളപ്പൊക്കം വരുന്നൊരവസ്ഥ, അപ്പോഴും ഇതൊക്കെ നശിച്ചു പോകും. അങ്ങനെയാണ്
ഈ ഫ്രാൻസിൽ സംഭവിച്ചത്. അപ്പോൾ അവർക്ക് ബാഡ് ഹാർവസ്റ്റായി, അവർക്ക് ഒന്നും കൃഷി ചെയ്തിട്ട് ഒന്നും കിട്ടാനില്ല. പിന്നെ സെക്കൻഡ് വരുന്നത് സ്കേഴ്സിറ്റി ഓഫ് ഗ്രെയിൻസ്. ഹാർവസ്റ്റ് മോശമായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അവർക്ക് ധാന്യങ്ങൾക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് നേരിടും അല്ലേ? അവർക്ക് ആവശ്യത്തിന് ധാന്യങ്ങൾ അല്ലെങ്കിലോ കിട്ടാനില്ല ഒന്നും. എല്ലാം ക്ലർജിക്കും നൊബിലിറ്റിക്കും കൊണ്ട് കൊടുത്തിട്ട് പിന്നെ ഇവർക്ക് ഒന്നും കിട്ടാനില്ല. ഇതിപ്പോൾ ബാഡ് ഹാർവസ്റ്റും കൂടി ആയിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി. പിന്നെ വരുന്നത് ധാന്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത വരുന്ന പ്രശ്നമാണ് റൈസിങ് ഫുഡ് ക്രൈസിസ് എന്നുള്ളത്. അതായത് ഫുഡിൻ്റെ ആ ഒരു ഫുഡ് കിട്ടാത്തൊരവസ്ഥ വല്ലാതെ അങ്ങോട്ട് കൂടിപ്പോവും. പിന്നെ വരുന്നത് ദ പുറസ്റ്റ് ക്യാൻ നോ ലോങ്ങർ ബൈ ബ്രെഡ്. അതായത് ഒരു ബ്രെഡിൻ്റെ പീസ് വാങ്ങാൻ പോലും പാവപ്പെട്ട ആളുകൾക്ക് കഴിയാത്തൊരവസ്ഥ വന്നു. ആ അവസ്ഥയിൽ നിന്നാണ് പിന്നെ നേരെ പോകുന്നത് എപ്പിഡമിക് ആയിട്ടുള്ള സിറ്റുവേഷൻ. അതായത് അസുഖങ്ങൾ ഇങ്ങനെ പടർന്നു പിടിക്കുക. പിന്നെ മാത്രമല്ല അതിനെയൊന്നും ഓവർകം ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കാതെ വരിക. വീക്കർ ബിസൈഡ്സ്, ഫുഡ് റയറ്റ്, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് തെരുവിൽ ഇറങ്ങിയിട്ട് യുദ്ധം ചെയ്യേണ്ട ഒരവസ്ഥ വരിക. പിന്നെ അതേപോലെ തന്നെ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് ഡെത്ത്, മരണനിരക്ക് വളരെയധികം കൂടുക. അത് ഈ എപ്പിഡമിക് സിറ്റുവേഷൻ ഇത്രയധികം, അല്ലെങ്കിൽ ഒരു പാൻഡമിക് സിറ്റുവേഷൻ ഇത്രയധികം ഇൻക്രീസ് ചെയ്തപ്പോഴാണ് ഈ ഡെത്തിൻ്റെ നമ്പർ ഇത്രയധികം കൂടിയത്. ഓക്കെ, അതാണ് നമ്മുടെ ആ ബോക്സ് ഫില്ല് ചെയ്യാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ആവശ്യമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ താഴെ ബോക്സിനകത്ത് ഇടാം, മക്കളത് ഫില്ല് ചെയ്തോളൂ. അല്ല, സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തന്നെ പഠിച്ചാൽ മതി കേട്ടോ. പിന്നെ പറയുന്നത് നമ്മൾ നേരെ അടുത്ത പാരഗ്രാഫിലേക്ക് പോകുന്നത് എ ഗ്രോയിങ് മിഡിൽ ക്ലാസ്സസ് എൻവിസേജസ് ആൻഡ് എൻഡ് ടു പ്രിവിലേജസ്. കുറേ കഴിഞ്ഞപ്പോൾ എത്രയായാലും ഒരു പരിധി വരെ ആളുകൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു എന്താ പറയുക തിരിച്ചറിവ് ഉണ്ടാവുകയാണ്. എന്താണ് തിരിച്ചറിവ്? ഇത്രയും ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയാൽ മതി ക്ലർജിക്കായാലും നോബിലിറ്റിക്കായാലും, ഇനി ഞങ്ങൾ പാവപ്പെട്ട ആളുകളൊന്ന് ജീവിക്കട്ടെ, അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ്. അതായത് ക്ലർജിയുടെയും നോബിലിറ്റിയുടെയും പ്രിവിലേജസ് എൻഡ് ചെയ്യാം ഞങ്ങൾ അവർ തീരുമാനിക്കുകയാണ് അവസാനിപ്പിക്കാനായിട്ട്. ആരാ തീരുമാനിക്കുന്നത്? നമ്മുടെ തേർഡ് എസ്റ്റേറ്റ് നോർമൽ പീപ്പിൾ കേട്ടോ. അതിനകത്ത് പറയണം, നോക്കൂ ആ പാരഗ്രാഫ് ഒന്ന് നോക്കിക്കോളൂ. ഇൻ ദ പാസ്റ്റ് peasants and workers had participated in revolts against increasing taxes and food scarcity, but they lacked the means and programs to carry out full-scale measures that would bring about a change in the social and economic order. This was left to those groups within the third estate who had become prosperous and had access to education and new ideas. അപ്പോൾ ഈ തേർഡ് എസ്റ്റേറ്റിൽ പെടുന്ന ആളുകളിൽ തേർഡ് എസ്റ്റേറ്റിലെ എല്ലാ ആളുകളും അത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊന്നും ആയിരുന്നില്ല എന്ന് നമ്മൾ നേരത്തെ കണ്ടു. അപ്പോൾ അതിൽ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് ഈ ക്ലർജിയുടെയും നോബിലിറ്റിയുടെയും അവകാശങ്ങളൊക്കെ അവസാനിപ്പിക്കണമെന്നുണ്ട്. പക്ഷെ അതിനുവേണ്ടി എന്ത് ചെയ്യണം എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവരെന്താ ചെയ്തത്? അതിന് വേണ്ടിയിട്ട് ഈ ഗ്രൂപ്പിൽ പെടുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ അവർ ആ ഡ്യൂട്ടി ഏൽപ്പിക്കുകയാണ്. അവർ പറയുന്ന പോലെ ഞങ്ങൾ ചെയ്യാം എന്ന് പറയുകയാണ് അവർ. അതാണ് ആ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. അവരുടെ എക്കണോമിക് ലെവലും അവരുടെ സോഷ്യൽ ലെവലും ഒന്ന് ഹൈ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അതിന് വേണ്ടിയിട്ട് അവരെ ആ ഗ്രൂപ്പിൽ തന്നെ പെടുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെയുള്ള ആളുകളെ അവർ ഈ ജോലി ഏൽപ്പിച്ചു. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ The 18th century witnessed the emergence of social groups termed the middle class, who earned their wealth through an expanding overseas trade and from the manufacture of goods such as woolen and silk textiles that were either exported or brought by the richer members of the society. അപ്പോൾ ഇതിലെ ആളുകൾ, ഈ ഗ്രൂപ്പിൽ പെടുന്ന ആളുകൾ ബിസിനസ്സുകാരുണ്ടായിരുന്നു, അതുപോലെ ടീച്ചേഴ്സ് ഉണ്ട്, ലോയേഴ്സ് ഉണ്ട്, പെസൻസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അതിൽ ഈ ബിസിനസ്സിൽ പെടുന്ന ആളുകൾ അവരെന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ അവർ ഓവർസീസ് കടൽ കടന്നിട്ടുള്ള കച്ചവടങ്ങളൊക്കെയാണ് അവർ ചെയ്തിരുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് അത്യാവശ്യം എന്താ പറയുക കുറച്ച് കാര്യങ്ങളൊക്കെ അവരുടേതായിട്ട് അവർക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റി. അപ്പോൾ അവരൊരു ഗ്രൂപ്പായിട്ട് അവർ തീരുമാനിക്കുകയാണ് ഈ തേർഡ് എസ്റ്റേറ്റിനെ നമുക്ക് രക്ഷപ്പെടുത്തണം. ആരുടെ കയ്യിൽ നിന്നാണ് രക്ഷപ്പെടുത്തേണ്ടത്? ക്ലർജിയുടെയും നോബിലിറ്റിയുടെയും കയ്യിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്തണം. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുകയാണ്. In addition to merchants and manufacturers, the third estate included professions such as lawyers or administrative officials. All of these were educated and believed that no group in society should be privileged by birth. Rather, a person's social position must depend on this merit. These ideas envisaging a society based on freedom and equal laws and opportunities for all were put forward by philosophers such as John Locke and Jean-Jacques Rousseau.
അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഈ പെസൻസും ആളുകളൊന്നും അല്ലാതെ കണ്ട് ലോയേഴ്സും അതുപോലെ അത്രയും പഠിപ്പും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു ഇതിനകത്ത് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അവർ തീരുമാനിക്കുകയാണ്, അവർ എന്താ പറയുക, അവരിങ്ങനെ വിഭാവനം ചെയ്യുക, എൻവിസേജ് എന്ന് വെച്ചാൽ അവർ മനസ്സിൽ കാണുകയാണ്. എന്താണ് മനസ്സിൽ കാണുന്നത്? എല്ലാവർക്കും ഒരേപോലെ സാമൂഹികപരമായിട്ടുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഇൻഡിവിജ്വൽ റൈറ്റ് എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന ഒരു സൊസൈറ്റി അവർ സ്വപ്നം കാണുകയാണ്. അതിന് വേണ്ടിയിട്ട് അവരുടെ ഈ തേർഡ് എസ്റ്റേറ്റിൽ പെട്ടിട്ടുള്ള ബാക്കിയുള്ള ആളുകളെ കൂടെ അവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരികയാണ് അവർ ചെയ്യണത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കറിയാം, ഈ നല്ല പഠിപ്പും വിവരമൊക്കെയുള്ള ആളുകൾക്ക് നന്നായിട്ട് അറിയാം, ഒരാളും ജനിക്കുന്നത് എല്ലാ അവകാശങ്ങളോടും കൂടിയിട്ടൊന്നുമല്ല. ഇപ്പോൾ നോബിലിറ്റിയുടെ ഗ്രൂപ്പിൽ ജനിക്കുന്ന ആളുകൾക്ക് എല്ലാം നോബിലിറ്റി കണ്ടിന്യൂ ചെയ്ത് പോരുന്ന അവകാശങ്ങൾ, അല്ലെങ്കിൽ ക്ലർജിയുടെ ഗ്രൂപ്പിൽ പിന്നീട് ജനിച്ചു വരുന്ന ആളുകൾക്കൊക്കെ എന്താണോ മുമ്പ് അവർക്ക് കൊടുത്തിരുന്ന അവകാശങ്ങൾ അതൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോവുക, അങ്ങനെയൊന്നുമല്ല. അതൊക്കെ ഓരോരുത്തരും എല്ലാ അവകാശങ്ങളോടും കൂടി തന്നെയാണ് എല്ലാവരും ജനിക്കുന്നത്. പക്ഷേ ഇതിൽ ഈ രാജാവും ആളുകളും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഫ്രാൻസിലെ പോപ്പുലേഷനെ ഇങ്ങനെ 3ആയി തരംതിരിച്ചത്. അപ്പോൾ അതൊക്കെ ഇത്രയും പഠിപ്പും വിവരമുള്ള ആളുകൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. അപ്പോൾ അതിൽ ഈ ഫ്രാൻസിൽ തന്നെ ഉണ്ടായിരുന്ന ഫിലോസഫേഴ്സ് ആയിരുന്നു ജോൺ ലോക്ക് ആൻഡ് ജീൻ ജാക്സ് റൂസോ. അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവർ കുറച്ച് ബുക്ക്ലെറ്റ്, അതായത് പാംലെറ്റുകളൊക്കെ ഇറക്കുകയാണ്. അവർ ചെറിയ ചെറിയ ബുക്ക് ഇറക്കിയിട്ട് അതിനകത്ത് അവർ ആളുകളോട് അതിലൂടെ ആളുകളെ ഈ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കുകയാണ്. അതായത് എല്ലാവർക്കും തുല്യ അവകാശമാണ്, ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമല്ല നമ്മുടെ നാട്ടിൽ അവകാശമുള്ളൂ, അതുകൊണ്ട് ഇനി നമ്മൾ അതിനെ വകവെച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഏതാണ് ആ 2 ഫിലോസഫേഴ്സ് എന്ന് മറക്കണ്ട കേട്ടോ. ബാക്കി ഇനി 2-3 പേരും കൂടി നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഒന്ന് ജോൺ ലോക്ക് ആൻഡ് പിന്നെ രണ്ടാമത് വരുന്നത് ജീൻ ജാക്ക് റൂസോ. ഈ 2 പേരാണ് നമുക്ക് ഇപ്പോൾ പറയുന്നത്. അതിനകത്ത് പറയുന്നത് ഇൻ ഹിസ് 2 ട്രീറ്റീസ് ഓഫ് ഗവൺമെൻറ്റിൻ്റെ 2 ഉടമ്പടികൾ, അത് രണ്ടും ഇവർ പറയുകയാണ്, അത് രണ്ടും നമുക്ക് നടത്താനായിട്ട് പറ്റില്ല, അത് രണ്ടും നമ്മുടെ ഇടയിൽ ചിലവാവില്ല എന്ന് പറഞ്ഞിട്ട് അവരൊരു ഇറക്കുകയാണ് ചെയ്യണത്. ഒരു പാംലെറ്റ് പോലെ ഒരു ബുക്ക് ഇറക്കുകയാണ് അവർ ചെയ്യണത്. പിന്നെ പറയുന്നത്, പിന്നെ ആ പാരഗ്രാഫിൽ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ഇവിടെ ഉണ്ടായിട്ടുള്ള കാര്യം അവർക്ക് സാധാരണക്കാരായ ആളുകളുടെ മുന്നിലേക്ക് വെച്ച് കൊടുക്കാനുള്ള ഒരു എക്സാമ്പിൾ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞു ഫ്രാൻസ് അമേരിക്കയുടെ 13 കോളനീസിനെ ബ്രിട്ടൻ്റെ കയ്യിൽ നിന്ന് ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ട്, അവർക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് അമേരിക്കയെ സഹായിച്ചു ഫ്രാൻസ്. അങ്ങനെ ഒരുപാട് പിന്നെ ഫിനാൻഷ്യൽ ലയബിലിറ്റി ഫ്രാൻസിന് വന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഫൈറ്റ് ചെയ്തിട്ട് സ്വന്തം രാജ്യം അല്ലെങ്കിൽ സ്വന്തം അവകാശങ്ങൾ നേടിയെടുത്തിട്ടുള്ള അമേരിക്കയിലുള്ള 13 കോളനീസിൻ്റെ കഥയാണ് നമ്മുടെ ഫ്രാൻസിലുള്ള ഈ ഫിലോസഫേഴ്സ് ഫ്രാൻസിലെ തേർഡ് എസ്റ്റേറ്റിൻ്റെ മുമ്പിൽ വിവരിച്ചു കൊടുക്കുന്നത്. കണ്ടോ, അവർ ഇത്രയും യുദ്ധം ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത്രയും അവർ ഫൈറ്റ് ചെയ്തിട്ടാണ് അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. ഇപ്പോൾ അവർ സ്വതന്ത്രമായി അവരവരുടെ കാര്യം നോക്കി ജീവിക്കണം, കണ്ടില്ലേ, അവർക്ക് ആരെയും പേടിക്കണ്ട. അങ്ങനെയുള്ള കഥകളാണ് ഈ നമ്മുടെ ഫ്രാൻസിൽ വന്നിട്ട് ഈ ഫിലോസഫേഴ്സ് ഇവരോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അവർക്കും ഒരു ഉഷാറാവുകയാണ്, ഞങ്ങൾ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഈ ഫ്രാൻസിലുള്ള ഈ ഒരു കിങ്ങിൻ്റെ ഈ ക്ലച്ചസിൽ നിന്ന് അല്ലെങ്കിൽ അത് അവരുടെ ഒരു പിടുത്തത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നൊക്കെ ഈ തേർഡ് എസ്റ്റേറ്റിലുള്ള ആളുകൾക്കും കൂടി മനസ്സിലാവുകയാണ്. അതാണ് ലാസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത്. ദിസ് മോഡൽ ഓഫ് ഗവൺമെൻറ് വാസ് പുട്ട് ഇൻ ടു ഫോഴ്സ് ഇൻ ദ USA ആഫ്റ്റർ ദ 13th colonies declared their independence from Britain. The American Constitution and its guarantee of individual rights was an important example for political thinkers in France. ഈ ഒരു എക്സാമ്പിളാണ് അവർ ഫ്രാൻസിലെ പോപ്പുലേഷൻ്റെ മുന്നിൽ, ഫ്രാൻസിലെ ജനതയ്ക്ക് മുന്നിൽ വെച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ. The ideas of these philosophers were discussed intensively in saloons and coffee houses and spread among people through books and newspapers. These were frequently read aloud in groups for the benefit of those who could not read and write. The news that Louis XVI planned to impose further taxes to be able to meet the expenses of the state general anger and protest against the system of privileges. അപ്പോൾ നമ്മുടെ നാട്ടിലും പഴയ കാലത്ത്, ഇപ്പോഴും ഒന്നും അങ്ങനെ കാണുമൊന്നുമില്ല കേട്ടോ. പണ്ടത്തെ കാലത്തൊക്കെ ചായക്കടകൾ കണ്ടിട്ടില്ലേ മക്കളെ സൈഡിലൊക്കെ? അവിടെ രാവിലെ ആയി കഴിഞ്ഞാൽ ഒരാൾ വന്നിരുന്നിട്ട് ഇങ്ങനെ എഴുത്തും വായനയൊക്കെ അറിയുന്ന ആളുകൾ വന്നിട്ട് പേപ്പർ വായിക്കാനിരിക്കും. പേപ്പർ വായിക്കാനിരിക്കുമ്പോൾ ഉണ്ടല്ലോ അവരുടെ ചുറ്റും കുറേ പേരിങ്ങനെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ.
അപ്പോൾ ഈ ഇരിക്കുന്ന ആൾ ഉറക്കങ്ങനെ ന്യൂസൊക്കെ വായിക്കും. ന്യൂസ് വായിക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും, ഇയാളും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും. പിന്നെ അവർക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഇയാൾക്ക് അത്യാവശ്യം പഠിപ്പും വിവരമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇയാളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെയാണ് ഇവിടെ ഉണ്ടായത്. ഈ ഫ്രാൻസിലുള്ള ആളുകളിൽ ഒരു വിഭാഗം, ടീച്ചർ നേരത്തെ പറഞ്ഞു, അതിനെ പറഞ്ഞ് മക്കളെ ബോറടിപ്പിക്കുന്നില്ല, ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രമേ എഴുത്തും വായനയൊക്കെ അറിയുണ്ടായിരുന്നുള്ളൂ പറഞ്ഞു, തേർഡ് സ്റ്റേറ്റിൽ പെട്ടത്. അപ്പോൾ ബാക്കിയുള്ള ആളുകളുണ്ടല്ലോ അവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ സലൂൺസിലും കോഫി ഹൗസിലൊക്കെ ആളുകൾ ഇതുപോലത്തെ വാർത്തകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അത് ഏത് വാർത്തകൾ? നമ്മുടെ രാജാവിനെതിരെ നമ്മൾ തിരിയാൻ പോവുകയാണ്, ക്ലർജിക്കും നൊബിലിറ്റിക്കൊക്കെ എതിരെ നമ്മൾ തിരിയാൻ പോവുകയാണ്, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഫൈറ്റ് ചെയ്യണം അവരോട്, ഇനി ഇവരുടെ ആനുകൂല്യങ്ങളൊന്നും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾക്ക് നല്ല അവയർനെസ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കോഫി ഹൗസും അതുപോലെ സാലൂൺസിലൊക്കെ ഇഷ്ടം പോലെ ആളുകൾ വന്നിരിക്കുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ അത് അപ്പോഴേക്കും എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ നമ്മുടെ ലൂയി 16 ഉണ്ടല്ലോ, അദ്ദേഹം അടങ്ങിയിരിക്കില്ല. കാരണം എന്താണ്, ട്രഷർ കംപ്ലീറ്റ് ഏകദേശം അങ്ങനെ എന്താ പറയുക എംപ്റ്റി ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു പ്ലാൻ ചെയ്തു, കുറച്ചും കൂടെ ടാക്സ് കൂടുതൽ, അതായത് ഇത്രയൊന്നും കിട്ടിയാൽ പോരാ, കുറച്ചും കൂടെ ടാക്സ് അവരുടെ മേൽ, തേർഡ് എസ്റ്റേറ്റിൻ്റെ മേൽ ചുമത്തണം. അതിനൊക്കെ അദ്ദേഹം പ്ലാൻ ചെയ്യാണ്. ആ ന്യൂസും ഇതേപോലെ ഈ കോഫി ഹൗസിലും ഈ സാലൂൺസിലൊക്കെ എത്തി. അങ്ങനെയായപ്പോൾ ആളുകളുടെ ദേഷ്യം ഒന്നും കൂടെ അങ്ങോട്ട് ഇരട്ടിച്ചു. ഇനി നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ പോവുകയാണ്, ഇനി നമ്മുടെ ഫാമിലീസിനെ ബുദ്ധിമുട്ടിക്കാൻ പോവുകയാണ് എന്നറിഞ്ഞപ്പോൾ കുറച്ചും കൂടെ അവർക്ക് അങ്ങോട്ട് ദേഷ്യം വല്ലാതെ അങ്ങോട്ട് കൂടി. എന്നിട്ട് അവരെന്താ, പിന്നെ അതിൻ്റെ താഴെ നോക്കൂ, അക്കൗണ്ട്സ് ഓഫ് ലിവ്ഡ് എക്സ്പീരിയൻസസ് ഇൻ ദ ഓൾഡ് റെജിം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് അതിൽ ആ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളുടെ കുറച്ച് എക്സ്പീരിയൻസസ് ആണ് അതിനകത്ത് പറയണത്. അതിനകത്ത് ആദ്യത്തെ പറയുന്നുണ്ട്, ഒരു ജോർജ് ഡാൻഡൻ ഹൂ ലേറ്റർ ബിക്കെയിം ആക്റ്റീവ് ഇൻ റെവല്യൂഷണറി പൊളിറ്റിക്സ് റോട്ട് ടു എ ഫ്രണ്ട് ഇൻ 1793 ലുക്കിംഗ് ബാക്ക് അപ്പോൺ ദ ടൈം വെൻ ഹി ഹാഡ് ജസ്റ്റ് കംപ്ലീറ്റഡ് ഹിസ് സ്റ്റഡീസ്. അതിൽ ജോർജസ് ഡാൻഡൻ എന്ന് പറഞ്ഞൊരാൾ അദ്ദേഹത്തിൻ്റെ പഠനമൊക്കെ അവസാനിപ്പിച്ചതിന് ശേഷം, പഠിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, ലൈഫിലുണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് എഴുതിയിട്ടുള്ളത്. ആ കാലത്തെ സിറ്റുവേഷൻസ് പറയുന്നതാണ്. അതൊന്നും മക്കൾക്ക് പഠിക്കാനൊന്നുമില്ല, അത് ജസ്റ്റ് അങ്ങോട്ട് വെറുതെ വായിച്ചു വിട്ടാൽ മതി, അതിനകത്തൊന്നും പറയാനൊന്നുമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ദ ഔട്ട്ബ്രേക്ക് ഓഫ് ദ റെവല്യൂഷനാണ്. എങ്ങനെയാണ് ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ കോഫി ഹൗസിലൊക്കെ ഇങ്ങനെ ന്യൂസ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, അതാ രാജാവ് നമുക്ക് നമ്മുടെ മേൽ വീണ്ടും ടാക്സ് ഇമ്പോസ് ചെയ്യാൻ പോകണു എന്നൊക്കെ പറഞ്ഞ് ആകെ ബഹളങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പറയുന്നത് പാരഗ്രാഫ് നോക്കൂ. Louis XVI had to increase the taxes for reasons you have learned in the previous section. How do you think he could have gone about doing this? In France of the old regime, the monarch didn't have the power to impose taxes according to his will alone. Rather, he had to call a meeting of the Estate General, which would then pass his proposals for new taxes. The Estate General was a political body to which the 3 estates sent their representatives. However, the monarch alone could decide when to call a meeting for this body. The last time it was done was in 1614. അപ്പോൾ നമ്മുടെ ലൂയി 16 തീരുമാനിച്ചു ടാക്സ് ഇമ്പോസ് ചെയ്യാം. അപ്പോൾ അതിനെന്ത് വേണം, അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് അതിൽ ടാക്സ് ഇമ്പോസ് ചെയ്യാനായിട്ട് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് അദ്ദേഹം 3 എസ്റ്റേറ്റിൻ്റെയും ഒരു മീറ്റിംഗ് വിളിക്കുകയാണ്. 3 എസ്റ്റേറ്റിൻ്റെ മീറ്റിംഗ് വിളിക്കുമ്പോൾ നമ്മൾ ഇതിന് മുൻപേ നമ്മൾ കണ്ട പോലെ ക്ലർജിയിലുള്ള ആളുകളുടെ എണ്ണത്തേക്കാൾ അല്ലെങ്കിൽ നൊബിലിറ്റിയിലുള്ള ആളുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് ഈ തേർഡ് എസ്റ്റേറ്റിലുള്ള ആളുകളുടെ എണ്ണം. അവരാണ് എണ്ണത്തിൽ കൂടുതൽ. അപ്പോൾ എല്ലാവരുടെയും റെപ്രസെൻറ്റേറ്റീവ്സിനെ മാത്രമാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ എന്താ ഉണ്ടാവുക, ഏറ്റവും കൂടുതൽ അപ്പോൾ ക്ലർജിയുടെ ആളുകൾ വന്നു, അവർക്ക് എന്തു ആവാലോ, അവരോട് എത്ര പേര് റെപ്രസെൻറ്റേറ്റീവായിട്ട് വന്നാലും അവരോട് ചോദിക്കാനൊന്നും ആരുമില്ല അവിടെ. അതേപോലെ തന്നെയാണ് നൊബിലിറ്റിയുടെ കാര്യം. പക്ഷേ തേർഡ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ സമയത്ത് അവരെല്ലാവരെയും കൂടെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ട് ഒറ്റ ആൾ മാത്രമേ വരാൻ പാടുള്ളൂ. അങ്ങനെ ഒരു നിയമം വെക്കും നമ്മുടെ ലൂയി 16. കാരണം എന്താണ്, ലൂയി 16നും അറിയാം, അതുപോലെ നമ്മുടെ ക്ലർജിയിൽ ഉള്ളപ്പെട്ടിട്ടുള്ള മറ്റാളുകൾക്ക്, നൊബിലിറ്റിയിൽ പെട്ടിട്ടുള്ള മറ്റാളുകൾക്ക് നന്നായിട്ട് അറിയാം അവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് ഇവരുടെ എണ്ണം എന്നുള്ളത്. അപ്പോൾ ഇവരൊന്ന് സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ മറ്റ് 2 ഗ്രൂപ്പിനും യാതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവരെന്താ പറയുന്നത്, ഈ തേർഡ് എസ്റ്റേറ്റിൽ നിന്ന് ഒരാൾ പങ്കെടുത്താൽ മതി മീറ്റിങ്ങിൽ, അതാണ് അവർ പറയണത്. പിന്നത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്, ഓൺ 5th May 1789 Louis XVI called together an assembly of the Estate General to pass proposals for new taxes. A resplendent hall in Versailles was prepared to host the delegates. അങ്ങനെ നമ്മുടെ വേഴ്സൈൽ പാലസ്, നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള പാലസാണ് വേഴ്സൈൽ പാലസ്. വേഴ്സൈൽ പാലസിൽ വളരെ റെസ്പ്ലെൻറ്റൻറ്റ് ഹാള്, എന്താ റെസ്പ്ലെൻറ്റൻ്റ് എന്ന് വെച്ചാൽ വളരെ വിശാലമായിട്ടുള്ളത്. ആ ഹാളിൽ വെച്ചിട്ടാണ് മീറ്റിംഗ് നടക്കുന്നത്.
എന്നാണ് നോക്കൂ, 1789 1789 മെയ് 5 കേട്ടോ. അതിൽ ലൂയി 16 ഒരു മീറ്റിംഗ് വിളിക്കുകയാണ്. അപ്പോൾ മീറ്റിംഗ് വിളിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് എസ്റ്റേറ്റിൽ നിന്ന് ഏകദേശം ഒരു 300 റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ഉള്ളത്. പിന്നെ മാത്രമല്ല അവർ ഫസ്റ്റ് റോയിലൊക്കെയാണ് അവർ കയറിയിരിക്കുന്നത്. ഫസ്റ്റ് റോ, സെക്കൻഡ് റോ അവരുടെ ഓർഡർ അനുസരിച്ചാണ് അവർ കയറിയിരിക്കുന്നത്. ഏറ്റവും ബാക്കിൽ ഏകദേശം ഒരു 600 മെമ്പേഴ്സ്. ആരാണ് 600 മെമ്പേഴ്സ്? നമ്മുടെ മെമ്പേഴ്സ് അല്ലേ, നമ്മുടെ തേർഡ് സ്റ്റേറ്റിലെ മെമ്പേഴ്സ്. അവർ ബാക്കിൽ നിൽക്കുകയാണ്. കാരണം അതല്ലേ പറ്റുമോ അവർക്ക്, അവർ ഏറ്റവും താഴ്ന്ന വിഭാഗത്തിൽ പെടുന്ന ആളുകളല്ലേ. അപ്പോൾ അവരവിടെ നിൽക്കുകയാണ്. ഈ ക്ലർജിയുടെയും നൊബിലിറ്റിയുടെയും മെമ്പേഴ്സൊക്കെ അങ്ങനെ മുന്നിലുള്ള സീറ്റിൽ തന്നെ ചാടി കയറി ഇരിപ്പുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ എന്താണ് പറയുന്നത് നോക്കൂ. The third estate was represented by its more prosperous and educated members. Peasants, artisans and women were denied entry to the assembly. However, their grievances and demands were listed in some 40,000 letters which the representatives had brought with them. അപ്പോൾ ഈ ഹാളിലേക്ക് കടക്കാനായിട്ട് അനുവാദമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതാരൊക്കെയാണെന്നറിയോ? അതായത് ഇവരുടെ ഗ്രൂപ്പിൽ തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ. അപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ ഹാളിലേക്ക് കടന്നിട്ട് മീറ്റിങ്ങിൽ പങ്കെടുക്കാനായിട്ട് ഇരിക്കുകയല്ല, നിൽക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് ഈ ഹാളിലേക്ക് പോലും കടക്കാൻ പാടില്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു. അതാരൊക്കെയാണെന്നറിയോ? പെസൻസ്, ആർട്ടിസൻസ് ആൻഡ് വിമൺ. ഇവർക്ക് അങ്ങോട്ട് പ്രവേശനേ ഇല്ല ഹാളിലേക്ക്. കാരണം എന്താ? അവർക്ക് അത്ര വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തതാണ്. അവരുടെ നേരെ എന്തെങ്കിലും വരണു അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരണു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും. പിന്നെ മാത്രമല്ല അവർ എണ്ണത്തിൽ കൂടുതലും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഇവർക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അത്രയും ഇതായിട്ടുള്ള ആളുകളെ മാത്രമാണ് ഇവരുടെ പ്രതിനിധികളായിട്ട് ആ ഹാളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ പക്ഷെ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ അതിനകത്തേക്ക് കടക്കാൻ അനുവാദമുള്ള ആളുകളുടെ കയ്യിൽ ഏകദേശം ഒരു 40,000 ലെറ്റേഴ്സ് ഉണ്ട്. അതെന്ത് ലെറ്റേഴ്സാണ്? ഈ പാവപ്പെട്ട ആളുകളുടെ സങ്കടങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ള ലെറ്റേഴ്സാണ് ഇവരുടെ കയ്യിലുള്ളത്, ഈ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ കയ്യിലുള്ളത്. ഓക്കെ, അതും കൊണ്ടാണ് അവർ ഈ അസംബ്ലി ഹാളിലേക്ക് കയറിയിട്ടുള്ളത്. പിന്നത്തെ പാരഗ്രാഫ് നോക്കിക്കോളൂ. വോട്ടിംഗ് ഇൻ ദ എസ്റ്റേറ്റ് ജനറൽ ഇൻ ദ പാസ്റ്റ് ഹാഡ് ബീൻ കണ്ടക്റ്റഡ് അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ദാറ്റ് ഈച്ച് എസ്റ്റേറ്റ് ഹാഡ് വൺ വോട്ട്. ദിസ് ടൈം ടു ലൂയിസ് 16 വാസ് ഡിറ്റർമിൻഡ് ടു കണ്ടിന്യൂ ദ സെയിം പ്രാക്ടീസ്, ബട്ട് മെമ്പേഴ്സ് ഓഫ് ദ തേർഡ് എസ്റ്റേറ്റ് ഡിമാൻഡഡ് ദാറ്റ് വോട്ടിംഗ് നൗ ബി കണ്ടക്റ്റഡ് ബൈ ദ അസംബ്ലി ആസ് എ ഹോൾ, where each member would have one vote. This was one of the democratic principles put forward by philosophers like Rousseau in his book, The Social Contract. When the king rejected this proposal, members of the third estate walked out of the assembly in protest. അതിനകത്ത് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യകാലങ്ങളിലൊക്കെ ലൂയി 16 തൊട്ട് മുൻപുള്ള സമയങ്ങളിലൊക്കെ ഓരോ എസ്റ്റേറ്റിനും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഈ ക്ലർജിയും നോബിലിറ്റിക്കൊക്കെ എല്ലാവർക്കും വോട്ട് ചെയ്യാം, അതിൽ പെടുന്ന എല്ലാ ആളുകൾക്കും വോട്ട് ചെയ്യാം. പക്ഷേ നമ്മുടെ തേർഡ് എസ്റ്റേറ്റിലെ ആളുകൾക്ക് എല്ലാ ആളുകൾക്കും കൂടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഒരാൾ വരും, ആ ആൾക്ക് മാത്രമേ അവിടെ വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ തേർഡ് എസ്റ്റേറ്റിലെ മെമ്പേഴ്സ് പറയുകയാണ് അത് പറ്റില്ല. കാരണം ഞങ്ങൾ ടാക്സ് തരുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ ഒറ്റയ്ക്കാണ് അല്ല, ഇൻഡിവിജ്വലായിട്ടാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ടാക്സ് വാങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് വോട്ട് ചെയ്യാനുള്ള അവകാശവും വേണം. വളരെ ന്യായമായിട്ടുള്ളൊരു കാര്യമല്ലേ അവർ ചോദിക്കണത്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ പറ്റില്ല, അതായത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടി ഒരാൾ വോട്ട് ചെയ്യുക, നിങ്ങളെല്ലാവരും ഒറ്റയ്ക്ക് നിങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് വോട്ട് ചെയ്യുക പറഞ്ഞാൽ അത് ശരിയാവില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റയ്ക്ക് വോട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആയാൽ എന്താ സംഭവിക്കുക? ബാക്കിയുള്ളവരുടെ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് ആരുടെ വോട്ട് വരും? ഈ തേർഡ് എസ്റ്റേറ്റിലുള്ള ആളുകളുടെ വോട്ടാണ് വരിക. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഈ ഒരു ഇങ്ങനെയുള്ള, അതായത് എല്ലാവർക്കും തുല്യ അവകാശം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ 2 ഫിലോസഫേഴ്സിനെ കണ്ടു. അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇതാ ഒരാളും കൂടെ വരികയാണ്. പുട്ട് ഫോർവേഡ് ബൈ ഫിലോസഫേഴ്സ് ലൈക്ക് റൂസോ ഇൻ ഹിസ് ബുക്ക് ദ സോഷ്യൽ കോൺട്രാക്റ്റ്. റൂസോയുടെ ഒരു ബുക്കാണ് സോഷ്യൽ കോൺട്രാക്റ്റ് എന്നുള്ളത്. ഇതിൽ ഈ പിന്നെ ഫ്രാൻസിൻ്റെ നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ഫിലോസഫേഴ്സിനെ നമുക്കൊരു 5-6 പേരെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. എല്ലാവരും അവകാശം ആർക്ക് കിട്ടണമെന്ന് കൊണ്ടാണ് തേർഡ് എസ്റ്റേറ്റിന് കൂടെ ഈ ഫ്രാൻസിൻ്റെ ഭരണത്തിൽ അവകാശം കിട്ടണമെന്ന് കൊണ്ട് വാദിച്ചിട്ടുള്ള ആളുകളാണ്. പക്ഷേ അങ്ങനെ തേർഡ് എസ്റ്റേറ്റിന് അവകാശം കൊടുക്കണമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അതിലേറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവർക്ക് വേണ്ടി വാദിക്കാൻ വന്നിട്ടുള്ള ആളുകളിൽ 2 പേരുണ്ടായിരുന്നു. ഒന്ന് ക്ലർജിയുടെ ഗ്രൂപ്പ് എന്നുള്ള ഒരാളും ഉണ്ടായിരുന്നു, അതേപോലെ നൊബിലിറ്റിയുടെ ഗ്രൂപ്പ് എന്നുള്ള ഒരാളും ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും എന്താ പറയുക എടുത്തു പറയേണ്ട ഒരു കാര്യം. സാധാരണ ക്ലർജിയൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കും, നൊബിലിറ്റിയിൽ പെടുന്ന ആളുകളൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കും, അങ്ങനെയാണ് നമ്മൾ കണ്ടിരിക്കണേ. പക്ഷേ ഇവിടെ അതല്ല സംഭവിച്ചത്. തേർഡ് എസ്റ്റേറ്റിന് വേണ്ടി വാദിക്കാനായിട്ട് ക്ലർജിയുടെ ഗ്രൂപ്പിൽ നിന്നും ഒരാൾ വന്നു, നൊബിലിറ്റിയുടെ ഗ്രൂപ്പിൽ നിന്നും ഒരാൾ വന്നു. അത് നമുക്ക് ബാക്കി വരുന്നതിൽ നമുക്ക് കാണാനായിട്ട് പറ്റൂ കേട്ടോ. ഇനി ഇതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പറഞ്ഞ അവകാശങ്ങളൊന്നും തന്നെ രാജാവ് സമ്മതിച്ചില്ല. അതൊന്നും പറ്റില്ല, നിങ്ങൾക്ക് അങ്ങനെയൊന്നും വോട്ട് ചെയ്യാനൊന്നും തരാൻ പറ്റില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാവർക്കും കൂടെ ഒരു വോട്ട് ചെയ്ത് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ദേഷ്യം വന്നു. അവരെന്താ ചെയ്ത് അസംബ്ലി ഹാളിൽ നിന്ന് അവർ വാക്ക് ഔട്ട് ചെയ്തു. അവരത് രാജാവ് പറഞ്ഞതൊന്നും കേൾക്കാതെ അവർ പുറത്തേക്ക് പോയി. പിന്നത്തെ നോക്കിക്കോളൂ. The representatives of the Third Estate viewed themselves as a spokesman for the whole French nation. On 20th June, they assembled in the hall of an indoor tennis court in the grounds of Versailles. They declared themselves a national assembly and so not to disperse till they had drafted a constitution for France that would limit the powers of the monarch. They were led by Mirabeau and Abbazies. Mirabeau was born in a noble family but was convinced of the need to do away the society of feudal privilege. He brought out a journal and delivered powerful speeches to the crowds assembled at Versailles. ഇനി പിന്നത്തെ പാരഗ്രാഫിൽ എന്താ ഉണ്ടാവുന്നത് വെച്ചാൽ, ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി പോന്നിട്ടുള്ള ഈ രാജാവിൻ്റെ അസംബ്ലിയിൽ നിന്ന് വാക്കൗട്ട് നടത്തി പോന്നിട്ടുള്ള ആളുകൾ അവർ ജൂൺ 20 അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, അവരുടെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് അവർക്ക് ഏകദേശം തീരുമാനമായി. അപ്പോൾ അവർ തെരുവിലിറങ്ങിയിട്ട് സ്ട്രൈക്കിന് വേണ്ടിയിട്ട് തന്നെ ഒരു യുദ്ധം ചെയ്യാൻ തന്നെ അവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇൻഡോർ ടെന്നീസ് കോർട്ട് ഇൻ ദ ഗ്രൗണ്ട് ഓഫ് വേഴ്സൈൽ പാലസിൻ്റെ ഇൻഡോർ ടെന്നീസ് കോർട്ടിൽ അവരെല്ലാവരും കൂടെ ഒത്തുചേരുകയാണ്. അവിടെ വെച്ചിട്ട് അവരൊരു പ്രതിജ്ഞ എടുക്കുകയാണ്. നമ്മൾ ആരും തന്നെ ഈ കോർട്ടിൽ നിന്നും പിരിഞ്ഞു പോവില്ല. എങ്ങനെയാവണം പിരിഞ്ഞു പോകണമെങ്കിൽ, നമുക്ക് വേണ്ടിയിട്ട്, അതായത് സാധാരണക്കാർക്കായിട്ടുള്ള അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രാൻസ് തയ്യാറാക്കണം, ഒരു ഭരണഘടന തയ്യാറാക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുള്ളൂ. അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ് അവർ ഈ ടെന്നീസ് കോർട്ടിൽ വെച്ചിട്ട്. അതാണ് പിന്നീട് വളരെ ഫേമസ് ആയിട്ടുള്ള ടെന്നീസ് കോർട്ട് ഓത്ത് എന്നുള്ള പേരിൽ പിന്നീട് നമ്മൾ അറിയണത്. അതിനുശേഷമാണ് ഈ ടെന്നീസ് കോർട്ട് ഓത്താണ് ശരിക്കും പറഞ്ഞാൽ, നമ്മൾ ഈ ലെസൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറയണില്ലേ, പാരീസ് ഉണരുന്നത് തന്നെ ഒരു അലാം കേട്ടിട്ടാണ് എന്ന് പറയണ്ടല്ലോ. അപ്പോൾ ഈ ടെന്നീസ് കോർട്ട് ഓത്ത് ഈ ആളുകൾ എടുത്തത് രാജാവ് അറിയുകയാണ്. അങ്ങനെയാണ് രാജാവ് ആളുകൾക്ക് നേരെ മിലിറ്ററി ഗ്രൂപ്പിനോട് തിരിയാനായിട്ട് ഓർഡർ കൊടുക്കുന്നതും പാരീസ് രാവിലെ ഒരു അലാം കേട്ടിട്ട് ഉണരുന്നതും. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ നൊബിലിറ്റിയുടെയും ക്ലർജിയുടെയും ഒക്കെ വിഭാഗത്തിൽപ്പെട്ട 2 ആളുകൾ ഈ തേർഡ് എസ്റ്റേറ്റിലെ ആളുകളെ സഹായിക്കാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു അല്ലേ. ആ 2 ആളുകളാണ്, അതൊന്ന് മാർക്ക് ചെയ്തേക്കൂ കേട്ടോ. ദേ വർ ലെഡ് ബൈ മിറാബിയോ ആൻഡ് എബേസിയോ. മിറാബിയോ വാസ് ബോൺ ഇൻ എ നോബിൾ ഫാമിലി ബട്ട് വാസ് കൺവിൻസ്ഡ് ഓഫ് ദ നീഡ് ടു ഡു എവേ വിത്ത് എ സൊസൈറ്റി ഓഫ് എ ഫ്യൂഡൽ പ്രിവിലേജ്. ഈ ഫ്യൂഡൽ പ്രിവിലേജ്, അവർക്ക് ഈ കൊടുക്കുന്ന അവകാശങ്ങളും കാര്യങ്ങളൊക്കെ അതിനൊക്കെ എതിരെ പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. അതായത് തേർഡ് എസ്റ്റേറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. പിന്നെ ഇതിനകത്ത് ഈ 2 പേരുകൾ പിന്നീട്, അതായത് നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാൻ കാര്യമായിട്ട് വരുന്നില്ല, പിന്നീട് ഇവർ വളരെ ഫേമസ് ആയി മാറുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നുണ്ട് ഫ്രാൻസിൻ്റെ അതിൽ. അതേപോലെ തന്നെ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അടക്കം ടീച്ചർ താഴെയുള്ള ബോക്സിനകത്ത് ഇടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ കുറച്ച് ഇയറുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ബോക്സിനകത്ത് നിങ്ങളോട് പറയുന്നുണ്ട് സം ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്നുള്ളത്. ആ സം ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സിൽ നമ്മൾ നേരത്തെ കണ്ടതാണ് 1774 ലൂയിസ് 16 ബിക്കംസ് എ കിങ് ഓഫ് ഫ്രാൻസ്, ഫേസസ് എംപ്റ്റി ട്രഷറി ആൻഡ് ഗ്രോയിങ് ഡിസ്കണ്ടൻറ്റ് വിത്ത് സൊസൈറ്റി ഓഫ് ദ ഓൾഡ് റെജിം. അപ്പോൾ 1774 നമ്മുടെ കിങ് ലൂയിസ് 16 വന്നിട്ട് അവിടെ അധികാരം ഏൽക്കുകയാണ് ചെയ്യണത്. അപ്പോൾ മക്കളത് പഠിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും ആ ഇയറൊക്കെ പഠിക്കാനായിട്ട്. അപ്പോൾ 1774 എന്നുള്ളത് ഫ്രാൻസിന് വലിയൊരു ഹെഡിങ് കൊടുക്കുക, അതിൻ്റെ നേരെ 1774 എന്ന് എഴുതി വയ്ക്കുക. എന്നിട്ടോ കുറച്ച് വരയ്ക്കാനൊക്കെ അറിയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ, ഇനിയിപ്പോൾ വരയ്ക്കാൻ ഒട്ടും അറിയില്ല, ടീച്ചറെ പോലെ യാതൊരു ഐഡിയ ഇല്ല വരയ്ക്കാനുള്ള ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെറുതെ കണ്ടിട്ടില്ലേ ഒരു 2 0 വരയ്ക്കും, അതിന് കണ്ണും മൂക്കൊക്കെ വരച്ചിട്ട് നമ്മളിങ്ങനെ ആളുകളെയൊക്കെ വരച്ച് വയ്ക്കുന്ന കണ്ടിട്ടില്ലേ. അതുപോലെ അതിൻ്റെ തലയിൽ ഒരു കിരീടമൊക്കെ വരച്ചിട്ട് ഈ 1774 അടുത്തൊന്ന് വരച്ച് വെച്ച് നോക്കൂ, നിങ്ങൾ ആ പിക്ചറും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും, ഈ ഇയറും നിങ്ങൾ മറക്കില്ല. അതേപോലെ 1789 എടുക്കുമ്പോഴും അങ്ങനെ ഓരോ ഇപ്പോൾ
Convocation of Estate General, Third Estate forms a National Assembly, the Basil is stormed, peasant revolt in the countryside എന്നൊക്കെ പറയുമ്പോൾ ഈ 1789 എന്ന് വരച്ചിട്ട് ഈ കിങ്ങിൻ്റെ പോലെ നേരത്തെ നമ്മളൊരു ചിത്രം വരച്ച് വെച്ചുല്ലോ, ഒരു 2 സീറോ ഒക്കെ ഇട്ടിട്ട് അതിന് കയ്യും കാലൊക്കെ വരച്ചിട്ട്, അതും അതേപോലെ തന്നെ അടുത്ത ഇതുപോലൊരു സീറോ വരച്ചിട്ട് ഒരാളെ വരച്ച് വെച്ചിട്ട് അവർ തമ്മിലിങ്ങനെ ഫൈറ്റ് ചെയ്യണതൊക്കെ ആക്കി വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് ബാസിൽ എന്ന് എഴുതി വയ്ക്കാം. അപ്പോൾ മക്കൾക്ക് അത് ഓർമ്മ വരും. അങ്ങനെ തന്നെ ഓരോ ഡേറ്റിനും ഓരോ സൈനൊക്കെ കൊടുത്ത് പഠിച്ചാണ്ടല്ലോ ഒരു ഡേറ്റും മക്കൾ മറക്കില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളത് ടീച്ചർ ക്വസ്റ്റ്യൻ ആൻസർ ആക്കിയിട്ട് തന്നേക്കാം. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാ തവണയും പറയുന്ന പോലെ മെയിൽ ID ടീച്ചർ തന്നിട്ടുണ്ട്, അതിലൂടെ ചോദിച്ചോളൂ. പിന്നെ ഇത് നിങ്ങൾക്ക് ഉപകാരമാണ്, നിങ്ങൾക്ക് ഈ വീഡിയോ കുഴപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഇത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ മറ്റൊരു കുട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യൂ.